അത് ആദ്യമായിട്ടാണ് പോയത്. ഞാൻ ചമ്മണി ഹിൽസ് പോയിട്ടുണ്ട്, മുന്നേ പോയിട്ടുണ്ട്. അത് വണ്ടിയിലാണ് പോയത്, അങ്ങനെ നടന്നിട്ടല്ല. ഇന്ന് എന്താ ഉണ്ടായിച്ചാൽ ആദ്യമായിട്ടാണ് കുറേ ഒരു NCC ഒക്കെ ഉള്ള സമയത്ത് എനിക്ക് ഭയങ്കര എനർജി ആയിരുന്നു. ഞാൻ നന്നായിട്ട് ചെയ്തിരുന്നു, നടക്കലും ഓടലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഒന്ന് ഞാൻ പുറകിലോട്ട് പോയി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നാണ് ഞാൻ പിന്നെയും ഒന്നുകൂടി എക്സസൈസ് എന്നുള്ള രീതിയിൽ ചെയ്തത്. എന്താ വെച്ചാൽ 1000 സ്റ്റെപ്സ്, അങ്ങോട്ട് 1000 ഇങ്ങോട്ട് 1000, സോ ടോട്ടൽ 2000 സ്റ്റെപ്സ്. അത്ര എളുപ്പമല്ലായിരുന്നു എനിക്ക്. ആദ്യത്തെ 200 എത്തിയപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ നമ്പർ നോക്കിയില്ല, അങ്ങനെ കയറി. പിന്നെ 600 എത്തിയപ്പോൾ ഞാൻ അവിടുന്ന് വൊമിറ്റ് ചെയ്യുന്നൊക്കെ തോന്നി, അങ്ങനെയൊക്കെ ആയി. പിന്നെ ഞാൻ കണ്ടത് 900 കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ മൈസൂർ സിറ്റിയൊക്കെ കാണാൻ പറ്റും, നല്ല രസം, നല്ലൊരു വ്യൂ ആണ്. അതിനുശേഷം അങ്ങനെ ഞാൻ 1000 കംപ്ലീറ്റ് ചെയ്ത് അവിടെ കുറച്ച് നേരം ഇരുന്നു. അങ്ങോട്ട് കയറുമ്പോൾ എനിക്ക് കുറച്ച് സമയം എടുത്തു കേട്ടോ, കാരണം ആദ്യമായിട്ടാണ് കയറുന്നത്. നടക്കുന്ന പോലെയല്ല, സ്റ്റെപ്സ് കയറുമ്പോൾ കുറച്ചും കൂടി എനർജി ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലേ, പകുതി വെച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോരേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു രീതിയിലാണ് ഇന്നത് അങ്ങോട്ട് പോയത്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. വരുമ്പോൾ ഒരു 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ 1000 സ്റ്റെപ്സ് 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റി. പക്ഷെ കയറുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് കാലുവേദനയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല. എനിക്ക് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ ഭയങ്കര വേദന പോലെ തോന്നി, അങ്ങനത്തെ ഒരു പ്രോബ്ലം. പിന്നെ പക്ഷേ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പോയിരുന്നു. നേരത്തെ പോകുമായിരുന്നെങ്കിൽ വെയിൽ കാരണം ഉള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഞാൻ കുറച്ച് നേരം വൈകി പോയ കാരണം നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നം, അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അവർ അങ്ങനെ പൂജ പോലെ അവരെന്തെങ്കിലും ഒരു എന്താ പറയുക വഴിപാടായിരിക്കാം. അവരങ്ങനെ എല്ലാ സ്റ്റെപ്പിലും ഈ 1000 സ്റ്റെപ്പിലും അവരിങ്ങനെ കുങ്കുമം ഇങ്ങനെ തൊട്ട് പോകുന്നവരുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് അവർ നടക്കാൻ വരുന്നുണ്ട്. ഞാനങ്ങനെ ആദ്യമായിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ആദ്യമായിട്ടാണ് പോയത്, അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വന്നു. ഞാൻ ആലോചിക്കേണ്ട എല്ലാ ദിവസവും വീക്ക്ലി ട്വൈസ് അവിടെ പോയിട്ട് എക്സസൈസ് ചെയ്യാൻ കയറുക ഇറങ്ങുക എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ശരിക്കും നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. പക്ഷെ നല്ല എനർജി വേണം. പെട്ടെന്ന് പോയിട്ട് കയറി കഴിഞ്ഞാൽ എവിടെ എത്തില്ല. ഞാൻ പകുതി വെച്ചിട്ട് കംപ്ലീറ്റ് ആവില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി, കാരണം അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്തോ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം അങ്ങനെ അത് എന്താ പറയുക ചാമുണ്ഡി ബേട്ടയിലായിരുന്നു. നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. നല്ല ക്ഷീണമുണ്ടായിരുന്നു. അതിനുശേഷം ഭയങ്കര തലവേദനയായിരുന്നു. അത് വന്നതിന് ശേഷം ഭയങ്കര തലവേദന. ഞാൻ എന്നിട്ട് തലവേദനക്കുള്ള ഗുളിക കഴിച്ചിട്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങിയപ്പോൾ പിന്നെ ശരിയായി. പക്ഷെ ആദ്യമായിട്ട് പോകുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെള്ളം കുടിക്കണം. അത് അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റ് ആകാനുള്ള നല്ല സാധ്യതയുണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇന്ന് അവിടെ പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനി നമുക്ക് കാണാം. അങ്ങനെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും മൈസൂർ ഓരോരോ സ്ഥലങ്ങൾ. അങ്ങനെ നമുക്കിങ്ങനെ പോയി കാണാം. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ബൈ.